ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ചാരു സർക്കിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയായിരുന്നു, തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയിലോട്ട് പോകാം. ഇന്ന് പരിപാടിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഫോയിൽ പേപ്പർ എനിക്കൊന്നും എല്ലാവർക്കും അറിയാൻ പറ്റും. മിക്കവരും റോളായിട്ട് വീട്ടിൽ വാങ്ങിച്ചു വെക്കും ഫുഡൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ റോളൊന്നും വാങ്ങിച്ചു വെക്കാറില്ല. ഇതിപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഫുഡ് വാങ്ങിച്ചപ്പോൾ എനിക്ക് 2 ഷീറ്റ് കിട്ടി. അപ്പോൾ കിട്ടിയ പാടെ ഞാൻ അറിയാതെ ചുളുക്കിപ്പോയി. അപ്പോൾ നിവർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇപ്പോൾ ചുളുക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചുളുക്കിയാലും നല്ലതാണ്. നമുക്ക് ഇനി ഒന്നും കൂടി ഇതൊന്ന് ചുളുക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ചുളുങ്ങിപ്പോയി ഞാൻ നിവർത്തി വെച്ചിട്ടുണ്ട്. അല്പം കീറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നിവർത്തി എടുത്ത് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ഷീറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് നമുക്കൊന്ന് ചുളുക്കണം. ആദ്യം തന്നെ ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ചുളുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരുമല്ലോ, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കുക ഒന്ന്. അപ്പോൾ ബോട്ടിൽ ക്രാഫ്റ്റ് അല്ല ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എല്ലാവരും വിചാരിക്കും ബോട്ടിൽ ക്രാഫ്റ്റാണ് എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് പോകും. അല്ല. അപ്പോൾ ഞാനത് നിവർത്തി വയ്ക്കുകയാണ്. അപ്പോൾ നിവർത്തുമ്പോൾ ഒരു കാര്യമുള്ളത്, ഇത് പെട്ടെന്ന് കീറിപ്പോയി, ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ പതുക്കെ വേണം നിവർത്തി കൊടുക്കാം. അപ്പോൾ നിവർത്തിയെടുത്തു. ഇനി വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ബോട്ടിൽ ക്രാഫ്റ്റ് അല്ല, ഇതുപോലത്തെ ഒരു പൊട്ടിയ കപ്പാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ കപ്പ്, അതിൻ്റെ സ്റ്റിക്കറൊന്നും പോയിട്ടേ ഇല്ല. അതിൻ്റെ പിടിയും ഒരു സൈഡും പൊട്ടിപ്പോയി, അത് യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊട്ടിയ കപ്പുകൾ, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്താ പറയുക, എൻ്റെ അമ്മ എനിക്ക് കൊണ്ടുതന്ന, അമ്മ വാങ്ങിച്ച കപ്പുകളിലൊരു കപ്പാണിത്. അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തരും, കാരണം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, പൊട്ടിയതൊന്നും കളയില്ല. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോ എന്ന് പറഞ്ഞ് കൈ കൊണ്ട് തരും. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു കപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ കപ്പിന് പകരം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രം പൊട്ടിയത്, അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. കാരണം പൊട്ടിയ ഭാഗം ഉണ്ടെങ്കിൽ അതിന് ഫെവിക്വിക്കോ അല്ലെങ്കിൽ ക്ലേയോ ഒക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്വിക്കോ ഫെവിക്യൂബൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ആ പീസ് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ക്ലേ എടുത്തിട്ട് അതിനുള്ളിൽ പ്രസ് ചെയ്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആളാണ് ഫെവിക്കോളിനെ മൊത്തത്തിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഫോയിൽ പേപ്പറിൻ്റെ ബാക്കി ഭാഗം ഞാൻ അകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കളയുന്നില്ല, അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. കാരണം നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ളിൽ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയോ. ഫെവിക്കോൾ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് വെറുതെ ഒന്ന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രമോ പൊട്ടിയ ഗ്ലാസ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി അതിൻ്റെ ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ആ ലേബലൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് നമുക്ക് ആദ്യം ആ ഫോയിൽ പേപ്പർ ഒന്ന് ചുളുക്കിയിട്ട് ഇതുപോലെ ഫെവിക്കോൾ കൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം ബാക്കി ഭാഗം കൂടെ. അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ എല്ലാം മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ആ ബാക്ക് സൈഡും ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്താൽ അതിൻ്റെ ജോയിൻസ് ഒന്നും കാണൂല, നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അതിൻ്റെ പൊട്ടിയതോ ഒന്നും കാണുന്നില്ല, ആ പിടിപോയ ഭാഗം ഒന്നും കാണുന്നില്ല. അപ്പോൾ നല്ല ഭംഗിയോടെ ഇരിക്കുന്നില്ലേ. ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം. ഇപ്പോൾ ഉണക്കിയെടുക്കാനുള്ള സമയം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അടുത്ത പരിപാടിയിലോട്ട് പോവാം കേട്ടോ. ഇനി ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് ഒരു ഡെക്കോപ്പേഷ് ചെയ്യാം. അതായത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാർഡ്ബോർഡിൽ നമ്മൾ ഡെക്കോപ്പേഷ് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചത്. അപ്പോൾ അതുപോലത്തെ ഒരു ചെറിയ പരിപാടി കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഡെക്കോപ്പേഷ് പേപ്പറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക. അല്ലെങ്കിൽ മാഗസിനിലെ പേപ്പർ യൂസ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഗസിനിലെ അതായത് ടിഷ്യൂ പേപ്പർ ഇല്ലാത്തൊരു മാഗസിനിലെ പേപ്പറോ കട്ടിയുള്ള പേപ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ ഫെവിക്കോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു A4 ഷീറ്റ് പേപ്പർ ഉണ്ട്. പ്രിൻറ്റഡ് പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. അത് ഈ ഫ്ലവേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ഫ്ലവേഴ്സിലുള്ള A4 ഷീറ്റ് ഒരു പേപ്പറാണ് കേട്ടോ. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ആ ഒരു ഇതിലുണ്ടായിരുന്നതാണ്. ഇത് ഒരു ഷീറ്റിന് അങ്ങ് 75 രൂപയാണ്. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 1-2 ഫ്ലവറൊക്കെ ഞാൻ എടുക്കാൻ പോവാം കേട്ടോ. കൈ കൊണ്ടൊന്ന് കീറിയിട്ട് എടുത്ത് ഒട്ടിക്കാൻ പോവാണേ.
അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറും ഇല്ലെങ്കിൽ നമ്മുടെ മാഗസിനിൽ അല്ലെങ്കിൽ ബുക്കിൻ്റെ എന്താ പറയുക പേജിലൊക്കെ വരുന്ന ഫ്ലവേഴ്സൊക്കെ എടുത്ത് വെക്കാം. എന്നിട്ട് കട്ടി കൂടിയ ഷീറ്റാണെങ്കിൽ ഫെവിക്കോൾ നന്നായിട്ട് ആ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നൈസായിട്ടുള്ള ഷീറ്റുകളാണെങ്കിൽ ഫെവിക്കോൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതേ ഞാനിവിടെ ഫ്ലവർ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊരല്പം കട്ടിയുള്ള പേപ്പർ കേട്ടോ, ടിഷ്യൂ പേപ്പർ അല്ല. അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. ഇത് അല്പം കട്ടിയുണ്ട് പേപ്പറിന്, അതുകൊണ്ട് ഫെവിക്കോൾ നേരെ ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഫെവിക്കോളിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഡെക്കോറേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാം. എന്നിട്ട് നമുക്ക് തുണി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൈ കൊണ്ടൊന്ന് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ, അതവിടെ ഒട്ടിയിരുന്നോളൂ. ഇപ്പോൾ കയ്യിൽ എൻ്റെ ഫെവിക്കോൾ ഉണ്ട്, അതുകൊണ്ട് ഒട്ടാത്തത്. അപ്പോൾ ഞാൻ തുണി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് ഒട്ടിയിരിപ്പുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ ആ ഒരു സിൽവർ കളറിൽ ഒരു ഫ്ലവർ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇനി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് 1-2 പൂക്കളും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒരു ഭംഗിക്കായിട്ട്. ഒരെണ്ണം മാത്രം പോരാ, 1-2 കൂടെ വേണം. അപ്പോൾ ഇത് വലുതായതുകൊണ്ട് നമ്മൾ 1-2 ചെയ്യുന്നുള്ളൂ. ചെറുതാണെങ്കിൽ ചെറിയ ചെറിയ പൂക്കൾ എല്ലായിടത്തും ഒട്ടിച്ചു കൊടുക്കാൻ പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഫെവിഗ്രിലിൻ്റെ പേൾ കളറാണ്. ഇത് ഒരു ബോട്ടിൽ 25 രൂപയാണ്. അപ്പോൾ അതെടുത്തിട്ട് സ്പോഞ്ച് കൊണ്ട് അതിൻ്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ജോയിൻസ് ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ അതങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് ഓരോ ഫ്ലവറിലും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഫോയിൽ പേപ്പർ ഒന്നും കീറിപ്പോകില്ല, നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ പേപ്പറും നന്നായിട്ട് ഇരുന്നോളും, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു, കളറും ചെയ്ത് കഴിഞ്ഞു. എളുപ്പമാണ് ചെയ്യാൻ. ഇത് കളയുന്ന ഓരോരോ സാധനങ്ങൾ മതി ഇതുപോലെ ഭംഗിയാക്കാൻ. അപ്പോൾ ഒരു സാധനം ഇനി കളയണ്ട, ഇതുപോലെ ഭംഗിയാക്കി എടുത്ത് വയ്ക്കാം, സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണേ ഇതുപോലെ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.